എല്ലാവരും തമ്മിൽ ഈ വാദങ്ങളെ ആൾക്കാർ ചെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല പ്രധാന കാര്യമായിട്ട് മാറിയത് അൻസിബയുടെ പ്രസംഗമാണ്. അൻസിബ കയറി കൃത്യമായി കാര്യകാരണങ്ങളോടെ സ്പഷ്ടമായി കൃത്യമായി നീതിപൂർവമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതൊരു സിനിമാറ്റിക് മൊമെൻ്റ് ആയിരുന്നു. നമുക്കൊരു സിംഗപ്പെടണമെന്നൊക്കെ തോന്നുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ നിശബ്ദമായി ആൾക്കാരത് കേൾക്കുകയും അൻസിബ സമൂഹ മധ്യത്തിലും മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞ ആരോപണങ്ങളെ എല്ലാം സാധൂകരിക്കുന്ന തരത്തിലുള്ള എവിഡൻസോടുകൂടി വന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സ് അൻസിബയോടൊപ്പമായി. അൻസിബയുടെ നിലപാടിനൊപ്പം ഇവർ തുടരണ്ട എന്ന അംഗങ്ങൾ ആദ്യം കുറച്ച് സംശയമുള്ളവർ പോലും അൻസിബയോടൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് രാജിവെക്കേണ്ടി വന്നത്. അതായത് ഈ അൻസിബയുടെ വിഷയത്തിലാണ് ഈ ശ്വേത അങ്ങനെ രാജിവെച്ചിറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. അൻസിബയുടെ മുമ്പിലാണ് മുട്ടുപടക്കിയത്. അൻസിബയുടെ സാഹചര്യം അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അൻസിബ ജയിച്ചല്ലോ. ഇതൊരു വലിയ അൻസിബയെ പുറത്താക്കാനാണ് കണക്ക് വയ്ക്കാൻ വേണ്ടി ശ്വേത കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു കണക്ക് വയ്ക്കാനുള്ള സമയം ആവശ്യപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അമ്മയിലെ ഈ സംഘടനയിലെ മറ്റുള്ള അംഗങ്ങളുടെ ഒരു രീതി? അതായത് ശ്രീ ഗണേഷ് കുമാർ വന്നു, ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ശ്രീ മോഹൻലാൽ വന്ന് അത് തീരുമാനം അറിയിക്കണം, അവർക്ക് കൊടുക്കേണ്ടതാണ്, കാരണം സ്ത്രീകളാണ്, അവർക്ക് ഭരണപരിചയം ഇല്ലാത്തതുകൊണ്ടാണ്, തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്കാർ അതിനോട് ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച് കോൺടെംപ്ലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബ സംസാരിച്ചത്. അൻസിബയുടെ ആരോപണമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ വന്നത്. അതെ, യഥാർത്ഥത്തിൽ ഇത് നമുക്കങ്ങനെ താല്പര്യമുള്ള കാര്യമൊന്നുമല്ലെങ്കിലും ഇവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന അമ്മയിൽ നടന്നത് എന്താണ്? കൃത്യമായിട്ട് അമ്മയിൽ നടന്നത് അൻസിബക്കെതിരെയുള്ള ഒരു വലിയ അറ്റാക്ക് നടക്കുകയായിരുന്നു. അൻസിബക്കെതിരെ അറ്റാക്ക് നടക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അൻസിബയുടെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ ആയിരുന്നു അങ്ങനെ അറ്റാക്കിനുണ്ടായ കാരണം. അപ്പം ഈ അറ്റാക്കിന് കാരണമുണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന അമ്മയിൽ കുറേ കാലങ്ങളായിട്ട് പല വിവാദങ്ങളും ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ ഭരണസമിതി വരിക, അതിൽ ശ്വേതാ മേനോൻ പ്രസിഡൻ്റാകുന്നു, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വിഷജന്തു ഈ ഭരണസമിതിയുടെ ഭാഗമാകുന്നു. അപ്പോൾ ഇവരെയൊക്കെ കൃത്യമായിട്ട് പിന്താങ്ങിയിരുന്നത് ഇവർക്ക് ഈ അങ്ങനെ ഉണ്ടല്ലോ, ഈ സംഘ് പരിവാറിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തങ്ങളുടെ അജണ്ടയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നിരന്തരമായി നടത്തും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ ഗവർണർ ചാൻസലറാണ്. അപ്പോൾ ഈ ചാൻസലർ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെനറ്റുകളിലും ബോർഡ് ഓഫ് സ്റ്റഡീസിലും ഒക്കെ നിരന്തരമായി RSSൻ്റെയും ഒരു യോഗ്യതയുമില്ലാത്ത തീട്ടങ്ങളെ കുത്തി നിറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മയിലും അതുപോലെ തന്നെ ഇത്തരം തീട്ടങ്ങളെ കുത്തി നിറച്ച് അതിലൂടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുകയായിരുന്നു കൃത്യമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഞ്ജലി മേനോനാണെങ്കിലും ശരി, ഈ ലക്ഷ്മിപ്രിയയാണെങ്കിലും ശരി, ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ സ്പോൺസർ ചെയ്യുകയായിരുന്നു ഈ അമ്മയിലെ പ്രസിഡൻ്റായിട്ടുള്ള ശ്വേതാ മേനോന് അതിൻ്റെതായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവരൊന്നും ഇപ്പം ഈ പറയുന്ന ആളുകളൊന്നും സിനിമാ മേഖലയിൽ സിനിമകളിൽ എത്രമാത്രം ഇവരൊക്കെ എത്ര സജീവമാ. ഈ പറയുന്ന അഞ്ജലി മേനോനാകട്ടെ, ലക്ഷ്മിപ്രിയ ആകട്ടെ, ശ്വേതാ മേനോനാകട്ടെ, ഇവരൊന്നും സജീവമല്ലെന്ന് മാത്രമല്ല ഇവർക്കൊന്നും സിനിമയില്ല, ഒരു സിനിമയും ഇല്ല, ഒരു റോളും ഇല്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ഊമ്പിത്തൊലഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങൾ സിനിമയിലെ ഇതിലേക്ക് വന്നത് തന്നെ കൃത്യമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നടത്തിയ ചില നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ നീക്കങ്ങൾ സുരേഷ് ഗോപി കൃത്യമായിട്ട് ശ്വേതാ മേനോനെ സ്വാധീനിച്ച് ശ്വേതാ മേനോനെ പണം നൽകി ഒരു ഘട്ടത്തിൽ അങ്ങനെ വരെ ഉണ്ടായി. ശ്വേതാ മേനോൻ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വന്നു. അപ്പോൾ ശ്വേതാ മേനോൻ മത്സരിച്ചില്ലെങ്കിലും ഈ ലക്ഷ്മിപ്രിയ അതുപോലെ അഞ്ജലി മേനോൻ പോലെയുള്ള കുറേ ഈ പറയുന്ന ഞാഞ്ഞൂലുകളെ പുറത്തേക്ക് പണം വാങ്ങി സ്പോൺസർ ചെയ്യുകയായിരുന്നു അമ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സുരേഷ് ഗോപി കൃത്യമായി ഈ ആളുകളിലൂടെ സംഘ് പരിവാർ അജണ്ടകൾ ഇങ്ങനെ കുത്തി നിറച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി സുരേഷ് ഗോപി പണം നൽകിയിട്ടുണ്ട്. അതുപോലെ ചില അധികാര സ്ഥാനങ്ങൾ, ചില കസേരകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ്
ഈ പറയുന്ന പല നീക്കുപോക്കുകളും നടത്തിയത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ശേഷം വന്ന ഈ പറയുന്ന കണക്കും ഈ പറയുന്ന ഫാമിലി മീറ്റിങ്ങും അതിൻ്റെ എക്സ്പെൻസ്, അതിൻ്റെ കണക്ക്, അതിൻ്റെ ഫണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മറിച്ചുണ്ട്. അപ്പോൾ ഈ അൻസിബ ഈ ഫാമിലി മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതുമായി നടത്തിയ അല്ലെങ്കിൽ എടുത്ത ഒരു തീരുമാനത്തിനെതിരെ എടുത്ത ഒരു നിലപാട് അൻസിബയുടെ ആ നിലപാടും വളരെ കൃത്യമാണ്. കാരണം ഈ സ്പോൺസർഷിപ്പ് നൽകിയത് അതൊരു വിവാദമായ തീരുമാനമാകുമെന്നുള്ള അൻസിബയുടെ നിലപാട്. ഞാൻ അതിൻ്റെ ഉള്ളറകളിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയല്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ, അതോടൊപ്പം ഈ പറയുന്ന ഈ ചാണക സംഖ്യക്കൊക്കെ എന്തു അപ്പോൾ അത് വന്നിട്ട് ഇതിനെ ഈ ഒരു അജണ്ട നടപ്പിലാക്കുന്ന രീതിയിലേക്ക് അമ്മയിൽ കാര്യങ്ങൾ കൈകടത്താൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അവിടെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് വരുന്നു, ഇറങ്ങിപ്പോരേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നല്ല, കൃത്യമായിട്ട് വേറെ വഴികൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പം ഇന്ന് ഈ ലക്ഷ്മി പ്രിയയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. എന്താണ് ആ കുറിപ്പ്? ഞാൻ മരിച്ചാൽ എന്നെ ആരും കാണാൻ വരണ്ട, റീത്ത് വെക്കണ്ട, എനിക്ക് അംഗത്വം വേണ്ട. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇന്നലെ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ലക്ഷ്മി പിഴ രാജിവെച്ച് ഇറങ്ങിപ്പോകുമ്പോഴും ഇവർ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് കുറേ കാര്യം പറയാനുണ്ട്. ഈ പറയാനുണ്ടായിരുന്നു ഇവർ ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഉണ്ടായില്ലേ ഇവർക്ക് ഇതൊന്നും പറയാൻ? ഒരു സെക്കൻഡ് കൊണ്ടുണ്ടായ കാര്യങ്ങളാണോ ഇതൊക്കെ? ഒരു സെക്കൻഡ് കൊണ്ടുണ്ടായതാണോ? അല്ലല്ലോ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ ഒരാളെ ഭാഗം പിടിക്കുന്നല്ല കേട്ടോ. ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് ഇതാണ്. ഈ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ, സുരേഷ് ഗോപിയുടെ ചില സ്വാധീനങ്ങൾ വഴി ഇവിടെ കൃത്യമായിട്ട് ഒരു കലാകാരന്മാരുടെ സംഘടന, ഒരു സംഘം, ഒരു കൂട്ടായ്മ എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത്. അങ്ങനെ ആയിട്ട് പോലും ആ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ പോലും കൃത്യമായി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നിന്നാണ്. സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് ഈ ശ്വേതാ മേനോനെയും ലക്ഷ്മി പ്രിയയെയും ചില ആളുകളെയും സ്വാധീനിക്കാനും കഴിഞ്ഞു. ആ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവരൊക്കെ പല രീതിയിൽ ചക്കയായിട്ടും മാങ്ങയായിട്ടും കേരളത്തിൽ വരാൻ നോക്കിയിട്ട് മൂലക്കിരിക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? ഇവറ്റകൾക്ക് മനസ്സിലാകാത്ത ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിൻ്റെ പ്രബുദ്ധരായ ജനങ്ങൾക്ക്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ശ്വേതാ മേനോന് അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മി പ്രിയ, ഇവരൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല, ഒരു ചുണ്ണാമ്പുമല്ല. മനസ്സിലായില്ലേ? ഒരു ചുക്കുമല്ല, ഒരു ചുണ്ണാമ്പുമല്ല. അപ്പം കൃത്യമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു മറ്റൊരു രാഷ്ട്രീയ. അത് ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വളരെ കൃത്യമായിട്ട് പറയാലോ, ഇതിലെ ഒരു 99% ആളുകളും 99% ആളുകളും ഒരാൾ കുറ്റാരോപിതനാണ് എന്ന് പറയുമ്പോൾ അയാൾ അങ്ങനെ ആവാനുണ്ടായ കാരണം കൂടി നമ്മൾ പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എല്ലാം കണക്കാണ്. ഈ കുറ്റാരോപിതർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കുറ്റാരോപിതർ എങ്ങനെ ഉണ്ടായി? ഇപ്പം നമ്മൾ പറയുമല്ലോ, ഒരു കൈ അടിച്ചാൽ മാത്രം സൗണ്ട് ഉണ്ടാവില്ല, 2 കൈയും അടിക്കുമ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്, ശബ്ദം ഉണ്ടാകുന്നതെന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ കുറ്റാരോപിതർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് അതിനുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ 99% ആളുകളും വളരെ കുറഞ്ഞ 1-2 വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം. നിങ്ങൾ കണ്ടില്ലേ, ചിലർക്കൊക്കെ പുരുഷന്മാരെ കണ്ടാൽ ഒന്ന് കൈ കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്ത്രീകളെ കണ്ടാൽ എന്നാ കെട്ടിപ്പിടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ചില ആളുകളുടേത്. അത് റിയലാണ് ശരിക്കും. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഈ കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ 99% ആളുകളും യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത, തങ്ങൾക്ക് പണമുണ്ടാക്കാൻ എന്താണ് വഴി എന്ന് മാത്രം ചിന്തിക്കുന്ന, പണത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, പണത്തിന് വേണ്ടി എന്തും ചെയ്യും. അതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്.
പണം വാങ്ങിയിട്ട് സ്പോൺസേർഡായിട്ട് അമ്മയുടെ സ്പോൺസേർഡായിട്ട് സ്ഥാനാർത്ഥികൾ വരുന്നത് നമ്മൾ കണ്ടത്. പണം മാത്രമല്ല, കസേരയും. അപ്പോൾ ഇത്തരം ആളുകൾ നടത്തിയ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ശ്രമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ പൊട്ടിമുളച്ചത് അവിടെ നിന്നാണ് എന്നുള്ളതാണ് കൃത്യമായിട്ട്. അതിന് കാരണക്കാർ ഒന്ന് ഈ പറയുന്ന സുരേഷ് ഗോപിയ, മറ്റൊന്ന് ഈ ശ്വേതാ മേനോനാണ്, മറ്റൊന്ന് ഈ പറയുന്ന ഈ ലക്ഷ്മിപ്രിയ, ഈ ഭരണസമിതിയിലുള്ള 1-2 ആളുകൾ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ രാജിവെച്ച് ഇറങ്ങിപ്പോയ ആ ഭരണസമിതിയിലെ ഭൂരിപക്ഷം ആളുകൾക്കും അവർ രാജിവെച്ചതിലോ അവർക്ക് ഇത്, കാരണം അവിടെ ഈ അധികാരത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ച് ശ്വേതാ മേനോൻ പല പ്രലോഭനങ്ങളിലും വീണ് പലതും അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു, നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. ആ അജണ്ട കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ ഐഡിയയിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും അടിച്ച് അലസി പിരിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന അമ്മയിലെ ഈ വിവാദം, ഇപ്പം ഇന്നലെ ആരോ ഒരാൾ ചോദിക്കുന്നു കേട്ടോ, ഞാൻ ആക്ടർ ഓർമ്മിക്കുന്നില്ല, ഇത് ഞങ്ങൾ കലാകാരന്മാർക്കുള്ള ഇടയിലുള്ള ഒരു സംഭവമല്ലേ? അങ്ങനെയൊന്നല്ല. കലാകാരന്മാർക്കിടയിലുള്ള സംഭവമാണെങ്കിൽ അതിലാരും ഇടപെടാൻ പാടില്ല, അതിലാരും പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം അവർ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് പല സഹായങ്ങളും കൈപ്പറ്റുന്ന ആളുകളാണ് കലാകാരനായതുകൊണ്ട്. അങ്ങനെ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ, ആ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം അഭിപ്രായം പറയും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ അങ്ങനെ ഈ പറയുന്ന സഹായങ്ങൾ കൊടുക്കുന്നതിനെതിരെ നിന്നല്ലല്ലോ കേട്ടോ പറയുന്നത്. അങ്ങനെ അത് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുസമൂഹം അതിൽ അഭിപ്രായം പറയും. കാരണം സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന ആളുകളാണ്. ആ നികുതി കൊടുത്തിട്ടും 1 രൂപയുടെ പോലും സഹായം കിട്ടാത്ത എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്കിടയിൽ വലിയ രീതിയിൽ വരുമാനങ്ങളുള്ളവർക്ക് സർക്കാരിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ പൊതുസമൂഹം അഭിപ്രായം പറയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം എന്താണെങ്കിലും നടന്നിരിക്കുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപിയും ശ്വേതാ മേനോനും, അല്ലെങ്കിൽ സുരേഷ് ഗോപി ശ്വേതാ മേനോനെയും ലക്ഷ്മിപ്രിയ പോലെയുള്ള ഞാഞ്ഞൂലുകളുടെയും സ്വാധീനിച്ച് നടത്തിയ ചില അജണ്ട നടപ്പിലാക്കലിൻ്റെ ഭാഗമായി നടത്തിയ ചില പ്രവർത്തനങ്ങൾ, അതാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.